ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ എസ് ഫ്രം എംഎസ് സൊല്യൂഷൻ. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ മക്കളെ. നമ്മളെ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, ഹ്യൂമനിസം, മാനവികത. ഇന്നലെ ഇന്നായിട്ട് സാറിന് ഒരുപാട് മക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട്. സാറേ, ഞാൻ ചിരിച്ചു പറയാനൊന്നും പറ്റില്ല, കാരണം അത്രയും സീരിയസ് ആയിട്ട് പറയേണ്ട കാര്യമാണ്. സാറേ, ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്തോ ബുദ്ധിമുട്ടാണ്, എന്തോ കുറേ പേരുകൾ പഠിക്കാനുണ്ട്, അതേപോലെ ഓരോരുത്തരുടെ പേര് പഠിച്ചു കഴിഞ്ഞാലും അവരൊക്കെ ചെയ്തിട്ടുള്ള വർക്കുകൾ പഠിക്കണം. ഇതൊക്കെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ് സാറേ. ഇതെങ്ങനെ പഠിക്കും? എൻ്റെ മക്കൾ ആരും വിഷമിക്കേണ്ട. നിങ്ങൾ ആ മെസ്സേജ് കണ്ടുകൊണ്ട് തന്നെയാണ് സാർ എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ സാർ ഒരു പ്രധാനമായിട്ടൊരു ഡിസിഷൻ എടുത്തു. എന്താ അറിയോ, ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഹ്യൂമനിസം എന്നുള്ള ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടഫുള്ള ഭാഗം ഏതാണോ അതിൽ നിന്റെ കുട്ടികൾക്ക് സിമ്പിളായിട്ട് പഠിപ്പിച്ചു തരികയാണ്. അതൊരു കിട്ടിയെങ്കിൽ മനസ്സിലാവും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എങ്ങനെ ഈ ചാപ്റ്റർ ഒന്ന് പഠിക്കണം. എന്തായാലും നോക്കിക്കോ, ഹ്യൂമനിസം അല്ലേ, നമ്മൾ റിനൈസൻസ് എന്നൊക്കെ പറയും, നവോത്ഥാനം, ഈ അല്ലെങ്കിൽ മാനവികത അല്ലേ. ഈ നവോത്ഥാനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. പ്രശ്നങ്ങൾ മീൻസ് ഒരുപാട് മാറ്റങ്ങളാണ്. പ്രശ്നങ്ങൾ നമ്മൾ പറയാൻ പറ്റില്ല, മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഏതൊക്കെ മേഖലകളിലാണ് നോക്കണം കേട്ടോ. ഒന്ന് പെയിന്റിങ്ങിന്റെ മേഖലകളിലാണ്, രണ്ട് സ്കൾപ്ചർ, പിന്നെ ആർക്കിടെക്ചർ. പെയിന്റിംഗ് ആണ് മനസ്സിലായില്ല, നമ്മൾ ചിത്രം വരയ്ക്കൂല അത്. അതേപോലെ തന്നെ റിനൈസൻസ് ഇൻഫ്ലുവൻസ് ചെയ്ത വേറൊരു മേഖല, സ്വാധീനിച്ച വേറൊരു മേഖലയാണ് ശില്പകല. നമ്മൾ കുറേ മണ്ണ് കൊണ്ടൊക്കെ കുറേ രൂപങ്ങൾ ഉണ്ടാക്കുമല്ലോ, അതേപോലെ കല്ലുകൊണ്ട്, ഇങ്ങനെ പല സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പല ആൾക്കാരും എന്ത് ചെയ്യും, പല രീതിയിലുള്ള ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലേ, ശില്പങ്ങളൊക്കെ ഉണ്ടാക്കും. അതാണ് സ്കൾപ്ചർ. പിന്നെ ആർക്കിടെക്ചർ എൻ്റെ കുട്ടിയൊക്കെ അറിയാൻ പറ്റും അല്ലേ, വീടിൻ്റെ പ്ലാനൊക്കെ വരയ്ക്കൂല, അതാണ് വാസ്തുവിദ്യ. എല്ലാ വീടിൻ്റെ പ്ലാൻ ഒരേപോലെയാണോ? ഇല്ല, ചില വീടിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെയൊക്കെ ആരം അല്ലേ, ഈ ഒരു ആകൃതിയിലേക്കൊക്കെ ആരം മുകൾ ഭാഗം ഉണ്ടാവുക. ചില വീടിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെയൊക്കെ ആരം അല്ലേ, ഇന്നൊക്കെ പല രീതിയിൽ പല കോലത്തിലാണ് അല്ലേ. ചിലത് ഇങ്ങനെയൊക്കെ ആരം അല്ലേ. ചില പള്ളിൻ്റെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മുനാരങ്ങൾ അല്ലേ, അല്ലെങ്കിൽ തായിക കൂടെ എന്ന് പറയും, ഡോംസുകൾ കാണാൻ പറ്റും. അതേപോലെ ലോഫ്റ്റി ടവറുകൾ കാണാൻ പറ്റും, ഗോപുരങ്ങൾ അല്ലേ. ഇതാണ് വാസ്തുവിദ്യ. അപ്പോൾ ഇതൊക്കെ കുറേ പഠിക്കാണ്ട് പല മക്കളും പറയുന്നത്, സാർ ആ ചിത്രകലയും സാഹിത്യമൊക്കെ പഠിക്കുമ്പോഴത്തുണ്ടല്ലോ ഒരു വൈക്കാവാൻ പോവുകയാണ്. എന്തായാലും നിങ്ങൾ എക്സാമിന് ഏറ്റവും ചോദിക്കാൻ ഇമ്പോർട്ടൻസ് ഉള്ള ഭാഗം വളരെ പെട്ടെന്ന് സാറ് പറഞ്ഞു തരികയാണ്. ചിത്രകലയും ശില്പകലയും വാസ്തുവിദ്യയും ആർക്കിടെക്ചറും സ്കൾപ്ചറും അതേപോലെ തന്നെ പെയിന്റിങ്ങും സിമ്പിളാക്കിയിട്ട് സാറ് പറയാൻ പോവാണ്. ആദ്യം റിനൈസൻസ് ഇൻഫ്ലുവൻസ് ചെയ്തൊരു മേഖലയാണ് പെയിന്റിങ്. കിട്ടിയോ? ചിത്രകല. ഈ ചിത്രകലയിൽ റിനൈസൻസ് ഇൻഫ്ലുവൻസ് ചെയ്തപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സവിശേഷത ഉണ്ട് എന്നത്തെ കാലഘട്ടത്തിലെ ചിത്രകലക്ക്. ഇപ്പം നമുക്കറിയാം, പണ്ട് ഫ്യൂഡലിസം ഉണ്ടായിരുന്നത് അല്ലേ, ആ ഫ്യൂഡലിസത്തിൽ മാറിയിട്ടാണ് ഹ്യൂമനിസം റിനൈസൻസ് ഉണ്ടായത്. ഫ്യൂഡലിസത്തെ കാലഘട്ടത്തിൽ ചിത്രകാരന്മാർ പെയിന്റേഴ്സൊക്കെ വരച്ചത് ദൈവത്തിനൊക്കെയാണ്, ഡിവൈൻ അല്ലേ. ബട്ട് ഈ റിനൈസൻസ് ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, എല്ലാ ചിത്രകാരന്മാരും മനുഷ്യനെ വരക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കുക, ഈ റിനൈസൻസ് അതായത് നവോത്ഥാനം പെയിന്റിങ്ങിൽ ചിത്രകലയിൽ നല്ലോണം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. എന്തൊക്കെ സ്വാധീനം ഉള്ളത്, അല്ലെങ്കിൽ അന്നത്തെ ചിത്രകലൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സവിശേഷത അല്ലെ മക്കളെ. സാർ ഇത് വളരെ ട്രിക്കോട് കൂടിയിട്ട് പറഞ്ഞു തരാൻ പോകും കേട്ടോ. ഒന്ന്, നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രകലയിൽ എന്തുണ്ടായിരുന്നു, ലാൻഡ്സ്കേപ്പ് ഉണ്ടായിരുന്നു, ഭൂപ്രകൃതി. അതായത് ഫ്യൂഡലിസ്റ്റുകളുടെ കാലത്ത് എന്തുണ്ടായിരുന്നത്, ദൈവം അങ്ങനത്തെ കുറേ ആൾക്കാരെ വരച്ച് വെച്ചിരിക്കേനി അല്ലേ. ഭൂമിനെ കുറിച്ച് വരയ്ക്കുമോ, ഭൂമിയിലുള്ള പർവ്വതങ്ങൾ, അതേപോലെ മലയോരങ്ങൾ, വയലുകൾ, പാടങ്ങൾ അല്ലേ, തുടങ്ങിയിട്ടുള്ള വലിയ വലിയ തെങ്ങിൻ തോപ്പുകൾ, റബ്ബർ, ഇതൊന്നും വരയ്ക്കൂല. ഒരു ജസ്റ്റ് ദൈവം അവിടെ ഉള്ളത് ആർക്കെങ്കിലും അറിയില്ല, ജസ്റ്റ് ഒരു ദൈവത്തിനെ വെറുതെ വരച്ചു വെക്കും. ഒറിജിനൽ ദൈവമാവാൻ സാധ്യത ഉണ്ടോ? ഇല്ല. പക്ഷെ റിനൈസൻസ് ഉണ്ടായപ്പോൾ ഭൂപ്രകൃതി, ഭൂമിയിലെ ദൃശ്യങ്ങളൊക്കെ കറക്റ്റ് വരച്ചു. അതേപോലെ തന്നെ റിയലിസ്റ്റിക് ഡെപിക്ഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിൻ്റെ ചിത്രീകരണം ശരിക്കും വരച്ചു. പണ്ട് ദൈവത്തെ വരച്ചത്, ഇത് മനുഷ്യനെ കണ്ടല്ലോ അടിപൊളിയിട്ട് വരക്കും. അപ്പോൾ ഞാൻ അവിടെ ഒരു ഫ്രീക്കനെ വരക്കാം കേട്ടോ. ഒരു ഫ്രീക്കൻ, അയാളെ ഞെട്ടി, അയാളെ മൂക്ക് അല്ലേ, അയാൾ കണ്ണടയൊക്കെ ഉണ്ട്, കണ്ണട വെച്ച് കൊടുത്തു ഞാൻ. കണ്ടോ ആള് മീശയൊക്കെ ഉണ്ട്, കണ്ടോ അല്ലേ, വില്ലൻ മീശയൊക്കെ പിരിച്ചു വെച്ചിരിക്കണേ. ഇതെന്താ പറയുക, സിഗരറ്റ് വലിക്കാണ്. എങ്ങനെയുണ്ട് കണ്ടോ? ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തു, മനുഷ്യൻ്റെ ചിത്രം വരച്ചു. അതേപോലെ യൂസ് ഓഫ് ഓയിൽ പെയിന്റ്. ഇപ്പം നമ്മൾ മനുഷ്യന്മാരെ ചിത്രം വരച്ചാൽ മനുഷ്യൻ്റെ കളർ ഏതാ നിങ്ങൾ പറഞ്ഞാൽ, ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ? രണ്ടുമില്ല, പിന്നെ ഒരു ഓയിൽ കളറാണ് മനുഷ്യൻ അല്ലേ. അപ്പോൾ മനുഷ്യന് ചിത്രം വരച്ചു കഴിഞ്ഞാൽ അതിന് കളർ കൊടുക്കണമെങ്കിൽ ഓയിൽ പെയിന്റ് യൂസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, എണ്ണ പെയിന്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എണ്ണച്ചായം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പ്രത്യേകത. ഇത് ആദ്യം പറഞ്ഞു തന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അടുത്ത് നോക്കി, പോർട്രേറ്റ്സ്, ഛായാചിത്രങ്ങളൊക്കെ ഉണ്ട്. വേറെയും കുറേ പോയിന്റ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ 4 ഇതുണ്ട്. കിട്ടിയോ? പോർട്രേറ്റ് ആണ് മനസ്സിലായി. നമ്മുടെ ഫോണിലൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത സാധനം മാത്രം ഉഷാറായിട്ട് ബാക്കിയുള്ളതൊക്കെ ബ്ലറായിട്ട് കാണാം. ഇതേപോലെ ചിത്രങ്ങളിലും നിറങ്ങളൊക്കെ കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ കാണേണ്ട സാധനം ഹൈലൈറ്റ് ചെയ്യും, ബാക്കിയുള്ളതൊക്കെ ബ്ലറാക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. അതാണ് പോർട്രേറ്റ്സ്. മലയാളം ഛായാചിത്രങ്ങൾ. ഇപ്പോൾ എത്ര പോയിന്റ് സാറ് പറഞ്ഞു? 4 പോയിന്റ്. ഇതിൻ്റെ കുട്ടിയൊക്കെ പഠിക്കണം അല്ലേ. ഇപ്പോൾ ആദ്യം സാറ് പറഞ്ഞൊരു സാധനമാണ് ലാൻഡ്സ്കേപ്പ് അല്ലേ, ഭൂമിയിലെ പ്രകൃതി
ഭൂപ്രകൃതികളൊക്കെ കറക്റ്റ് ഉണ്ടോ, വയലുകളുണ്ട്, തെങ്ങുകളുണ്ട്, പുഴ ഉണ്ട്, ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കറക്റ്റ് കാണിക്കുകയാണ് അല്ലേ, അതാണ് ഭൂപ്രകൃതി. പിന്നെ മനുഷ്യനെ ശരിക്കും വരച്ചു, അതേപോലെ എണ്ണച്ചായം ഉപയോഗിച്ചു, ഓയിൽ പെയിന്റ് അല്ലേ, അതേപോലെ പോർട്രേറ്റ്സ്. ഈ 4 കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ? പറ്റണം. നിങ്ങൾ പറയും സാറേ ടഫാണ്. ടഫല്ല, സാർ സെറ്റ് ചെയ്ത് തരാൻ പോവാ. നോക്കി ഈ ഒരു ചിത്രം മനസ്സിലാക്കി കണ്ടോ. ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താ കാണുന്നത്? ആദ്യം ഭൂമിയിലെ മുഴുവൻ പ്രകൃതിയാണ് കാണുന്നത് അല്ലേ. അപ്പൊ കിട്ടി എന്ത് പറഞ്ഞാണ്? ലാൻഡ്സ്കേപ്പ്, ഭൂദൃശ്യം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ രീതിയിൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ദൈവം ആകാശത്തു നിന്ന് ഒരു ടോർച്ച് അടിക്കുകയാണ് ഭൂമിയിലേക്ക്. അപ്പൊ ദൈവം എന്താ കാണാം? ഭൂമിയിലെ കുറെ ദൃശ്യങ്ങൾ കാണും അല്ലേ, അതന്നെയാടാ ലാൻഡ്സ്കേപ്പ്. അങ്ങനെ ദൈവം ഇങ്ങനെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അല്ലേ, പർവ്വതങ്ങളും മലകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഒരു വയലിന്റെ നടുവിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടോ. അപ്പൊ കിട്ടി മനുഷ്യ ശരീരത്തിന്റെ ചിത്രീകരണം, റിയലിസ്റ്റിക് ഡെപിക്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി അല്ലേ. ഞാൻ മനുഷ്യന്റെ കയ്യിലോ ഒരു ചായ ഉണ്ട്, അയാൾ ചായ കുടിക്കുന്നുണ്ട് കണ്ടോ. അപ്പൊ കിട്ടി ഛായാചിത്രങ്ങൾ കണ്ടോ, പോർട്രേറ്റ്സ്. 4ാമത്തെ കണ്ടോ, ഞാൻ അയാളുടെ കയ്യിൽ ഓയിൽ പേക്ക് ഉണ്ട് കണ്ടോ. അപ്പോൾ ഓയിൽ പെയിന്റ്, എണ്ണ പെയിന്റിന്റെ ഉപയോഗം. സാധനം സെറ്റല്ലേ. ഇത് കറക്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ നോക്കി, ഇതൊക്കെ നോക്കി കണ്ടോ. ആദ്യം കിട്ടി ലാൻഡ്സ്കേപ്പ് കണ്ടോ. ഇനി അവിടുത്തെ നോക്കി ഇവിടെ ഒരു മനുഷ്യൻ കണ്ടോ, റിയലിസ്റ്റിക് ഡെപിക്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി, മനുഷ്യന്റെ ചിത്രീകരണം, യഥാർത്ഥ ചിത്രീകരണം. അയാളെ കയ്യിൽ കണ്ടെങ്കിൽ ഒരു ഓയിൽ പേക്ക് കണ്ടോ. അപ്പോൾ അത് കിട്ടി എന്ത്? യൂസ് ഓഫ് ഓയിൽ പെയിന്റ് അല്ലേ. ഇനി ഇയാളെ കയ്യിൽ അയാളുണ്ടോ ചായ കുടിക്കണുണ്ടോ കണ്ടോ. അപ്പോൾ കിട്ടി പോർട്രേറ്റ്സ്, ഛായാചിത്രങ്ങൾ. സെറ്റല്ലടാ, അടിപൊളിയല്ലേ. ഇനി പറ SDK ഓക്കെ ആണോ അല്ലയോ അല്ലേ. സാധനം സെറ്റാണല്ലോ എൻ്റെ മക്കൾക്ക്. ഇങ്ങോട്ടൊക്കെ ഈ പല മക്കളും സാറിനോട് പല തവണ പറയലുണ്ട്, സാറേ നിങ്ങളെ ട്രിക്കുകളും കാര്യങ്ങളും സാർ ഒരിക്കലും ഒഴിവാക്കരുത്, ഞങ്ങൾക്ക് അത് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ. ഇപ്പോൾ അടുത്ത് ഞാൻ കാലിക്കറ്റ് പോയപ്പോൾ കുറേ കുട്ടികളെ കണ്ടപ്പോൾ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സാറിനത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എൻ്റെ മക്കളും തന്നെ ക്ലാസ് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക, എല്ലാവർക്കും എത്തിക്കാൻ നോക്കുക. നീ കണ്ടോളി. ഇപ്പോൾ നമ്മൾ ചിത്രകലൻ്റെ സവിശേഷതകളെ പഠിച്ച് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ചിത്രകാരന്മാരെ പഠിക്കണം. അതായത് എടാ ഈ നവോത്ഥാന കാലഘട്ടത്തിലുള്ള ചിത്രകാരന്മാർ ആരൊക്കെയാണ് കണ്ടോ. ഒരാളാണ് ആര്? ജിയോട്ടോ. രണ്ടാമത്തതാണ് മസാച്ചിയോ. ആദ്യം നമുക്ക് പേര് പഠിക്കാം കേട്ടോ. ജിയോട്ടോ, മസാച്ചിയോ, ലിയനാർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, ഡിഷൻ റാഫേൽ. ഇത് പഠിക്കാൻ നിങ്ങൾ കരുതിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യേണ്ടത് അറിയോ? ആ പേര് ജസ്റ്റ് ഇങ്ങനെ മൈൻഡിൽ കൊണ്ടുവരാൻ നോക്കുക, ഒന്ന് പറഞ്ഞു പഠിക്കുക, വായിച്ചു പഠിച്ചാൽ മതി. ജിയോട്ടോ, മസാച്ചിയോ നോക്കി ഇങ്ങനെ വായിച്ചോളി. ലിയനാർഡോ ഡാവിഞ്ചി കണ്ടോ, മൈക്കൽ ആഞ്ചലോ, ഡിഷനും റാഫേലും. ഈ ഡിഷനും റാഫേലും പറഞ്ഞ ഇരട്ട കുട്ടികളല്ല, ഒരു 2 ചിത്രകാരന്മാരാണ്. ഒരാളെ പേരല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെ കരുതരുത്. ഇനി ഒരേ അമ്മക്കുണ്ടായ 2 മക്കളാണ് കരുതരുത്. 2 നല്ല ചിത്രകാരന്മാർ. പക്ഷേ 2 ചെയ്തത് ഒരേപോലെ ആയതുകൊണ്ട് 2 പേര് ഒപ്പം കൊടുത്തു. അപ്പോൾ മൊത്തം 5 ആൾക്കാരല്ല 6 ആൾക്കാരാണ്. 1 2 3 4. ഇനി ഇവിടെ 2 ആളില്ലേ, 1 ഉണ്ടോ ഇവിടെ. അപ്പോൾ 6 ആയി മൊത്തം അല്ലേ. ഇനി ഈ പേരിൻ്റെ കുട്ടിയൊക്കെ പഠിക്കണം. സാർ ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞു തരട്ടെ. നമ്മൾ അംബാനി ഇല്ലേ, അംബാനിൻ്റെ കുട്ടിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അയാളൊരു സിം ഇറക്കിയിട്ടുണ്ടല്ലോ, ജിയോ. അംബാനി ഇറക്കിയ സിമ്മിന് പറയുന്ന പേര് ജിയോ സിം. അംബാനിക്ക് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പമ്പിനും അംബാനിട്ട പേരാണ് ജിയോ പമ്പ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടിയോട് സാറ് ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കണേ. അംബാനി ഒരു ഓട്ടോറിക്ഷ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോറിക്ഷൻ്റെ പേര് എന്തേകാരം? സിമ്മിൻ്റെ പേര് ജിയോ സിം, പമ്പിൻ്റെ പേര് ജിയോ പമ്പ്, അങ്ങനെ ഓട്ടോൻ്റെ പേര് എന്തേകാരം? ജിയോട്ടോ അല്ലേ. അണ്ട അപ്പോൾ ഒരുത്തൻ്റെ പേര് കിട്ടി എന്താ? ജിയോട്ടോ. അങ്ങനെ ആ ജിയോട്ടോ ഓട്ടോറിക്ഷയും കൊണ്ടുപോയപ്പോൾ ഒരുത്തൻ എന്ത് ചെയ്താൽ അറിയോ? വട്ടപാത്രത്തിൽ കുറേ മസാല കുഴച്ച് വരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ പേര് കിട്ടി എന്താ പറഞ്ഞാണ്? മസാച്ചിയോ. കണ്ട സാധനം സെറ്റല്ലേ. അങ്ങനെ മസാച്ചി എന്ത് ചെയ്ത് വണ്ടിൻ്റെ ഉള്ളിൽ കയറിയോ, മസാല കുഴച്ചു വന്നിട്ടുള്ളത് വട്ടപാത്രത്തിൽ. കാരണം മസാച്ചിയോൻ്റെ ചിത്രത്തിന് പ്രത്യേകത നോക്കി, റൗണ്ട് ഇൻ ഷേപ്പ്, വൃത്താകൃതിയിലാണ് കണ്ടോ. പാത്രം വൃത്താകൃതിയില്ല, അങ്ങനെ ആലോചിച്ചാൽ മതി. ഞാൻ അടുത്ത് നോക്കി കണ്ടോ, ഓലങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ട്, ഷോളൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരമായിട്ടുള്ള ഒരു പെൺകുട്ടി ഓട്ടോയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വരികയാണ്. ഓളെ കയ്യിൽ ഇഞ്ചി ഉണ്ട്, കിട്ടിയോ? അങ്ങനെ ഓള് ഓട്ടോയിൽ കയറി. മസാച്ചി ചോദിച്ചു എന്താ എൻ്റെ കയ്യിൽ? അപ്പോൾ പറയാണ് ഇഞ്ചി. കിട്ടിയോ? അതിൽ മസാച്ചിക്ക് കിട്ടില്ല. മസാച്ചി ഒന്നുകൂടി ചോദിച്ചു എന്ത്? ഡാ ഇഞ്ചിയാണ് ഉണ്ടോ നോക്കി. ഡാവിഞ്ചി. ഓളെ പേരെന്താ? ലിയാന ഉണ്ടോ. അപ്പോൾ ലിയാനാഡോ ഡാവിഞ്ചി. അപ്പോൾ ഓട്ടോറിക്ഷയായി ജിയോട്ടോ, അതിക്കൊരുത്ത മസാല കുഴച്ച് കയറി മസാച്ചോ, ഒരു പെൺകുട്ടി കയറി വന്നു ലിയാനാഡോ ഡാവിഞ്ചി അല്ലേ. അത് ആൺകുട്ടിയാണ് കേട്ടോ. എന്നാലും നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക, പെണ്ണായി പഠിച്ചാൽ മതി, വേഗം കുട്ടിയൊക്കെ കിട്ടും അല്ലേ. ഇനി ടൗണല്ലേ, ഒരുത്തം മൈക്കിൽ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, മൈക്കിൽ പാട്ടാടി വരിക ഉണ്ടോ. അവൻ്റെ പേരാണ് മൈക്കൽ ആഞ്ചലോ. എങ്ങനെയുണ്ട്? സെറ്റല്ലേ. അവിടെ പേരിൻ്റെ കുട്ടിയൊക്കെ ഓക്കെ അല്ലേ. ഈ മൈക്കൽ ആഞ്ചലോ മസാച്ചിനോട് ചോദിക്കുകയാണ് എൻ്റെ കയ്യിൽ എന്താ? മസാച്ചി ഒരു മസാല. അതെന്തിനാണ് ചോദിച്ചു. ബിരിയാണി വെക്കാം. അപ്പോൾ മൈക്കൽ ആഞ്ചലോ പറയുന്ന ബിരിയാണി വെക്കുക മസാച്ചിനോട്. മസാച്ചി ചോദിച്ചു ഞാൻ ബിരിയാണി വെക്കണോ തന്നെ വെക്കണോ ചോദിച്ചു. ഓട്ടോറിക്ഷയിലാണ് അവിടെ ബിരിയാണി വെക്കുക ചോദിച്ചു. അതിലാണ് എന്താ വെച്ചുകൊണ്ട് ചോദിച്ചു. ഡിഷൊക്കെ വേണ്ടി ബിരിയാണി വെക്കാൻ എൻ്റെ വാപ്പ ഉണ്ട് ചോദിച്ചു. കണ്ടോ ചീത്ത പറഞ്ഞൊക്കെയാണ്. വാപ്പൊക്കെ കുളിച്ചിക്കണ് കണ്ടോ. ഡിഷ് കണ്ടോ, ഡിഷ്യൻ, വാപ്പേൽ, റാഫേൽ കണ്ടോ. ഈ പേരുകൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? കറക്റ്റ് പഠിക്കുക. ഇത് പഠിക്കാൻ സാർ ഒരു ഇമേജ് കാണിച്ചു തരാം, അപ്പം എൻ്റെ കുട്ടിയെ കറക്റ്റ് കിട്ടും കണ്ടോ. നമ്മൾ ഓട്ടോറിക്ഷനെ പറഞ്ഞ പേരെന്താ? ജിയോട്ടോ. അതിക്കൊരുത്ത് മസാല കുഴച്ച് വരുന്നുണ്ടോ? മസാച്ചിയോ. ഇവിടെ കണ്ടെങ്കിൽ ലിയാന ഷോളൊക്കെ ഇട്ടിട്ട് അവളെ കയ്യിൽ ഇഞ്ചി ഉണ്ട് കണ്ടോ. ലിയാനാഡോ ഡാവിഞ്ചി. ഒരുത്തൻ കണ്ടോ അവിടെ കയ്യിൽ, അവൻ്റെ കയ്യിൽ മൈക്കുണ്ട് കണ്ടോ. മൈക്കൽ ആഞ്ചലോ കണ്ടോ. പിന്നെ ഇവിടെ നോക്കി ഡിഷൻ്റെ വാപ്പ കൊണ്ടുവരുന്ന
നല്ല തെറിയും കിട്ടി. അപ്പോൾ കിട്ടി ഡിഷനും റാഫേലും. ജോലി രചിച്ച വർക്കുകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ട്രിക്ക് ഉണ്ട്. അതിന് ട്രിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം, അതിലേക്ക് ഞാൻ കടന്നു വരാം. ഞാൻ അതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ളത് നോക്കിയാൽ സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ശില്പകല. അന്ന് കുറേ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരുത്തൻ്റെ പേരാണ് എന്ത്, ഡൊണാഡെല്ലോ. ഓനെ വെല്ലാൻ ഒരാളുമില്ല, അവനെ വിളിച്ചാൽ മതി. അപ്പോൾ കിട്ടി, ഡോണാനെ വെല്ലാൻ ആരുമില്ല, ഡൊണാഡെല്ലോ. കിട്ടിയോ? അതാണ് ഒരുത്തം. ഓന് 2 ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് ഡേവിഡ്, 2 ഗട്ടാ മലാട്ട. അതിന് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ, ഫീച്ചേഴ്സ് സാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് നോക്കി, ഞാൻ അവിടെ പേര് എഴുതിട്ടോ, നമ്മളെ ചെക്കൻ ഡോൺ, ഷോർട്ടേജ് ഡോൺ അല്ലേ. ഓൻ രചിച്ച 2 വർക്കാണ്. ഒന്ന് ദാവീദും ഡേവിഡും ഒന്ന് തന്നെയാണ്. കിട്ടിയോ? മലയാളം ദാവീദ്, ഇംഗ്ലീഷ് ഡേവിഡ്. രണ്ടാമത്തെ എന്താ രചിച്ച് നോക്കി, ഗട്ടാമലാട്ട. ഞാൻ മലയാളത്തിൽ എഴുതുന്നുണ്ട് കേട്ടോ, ഗത്താമേലാട്ട. കാരണം അത് പഠിക്കാൻ സുഖമാണ്, ഇംഗ്ലീഷ് മീഡിയത്തിനും ഓക്കെ ആണല്ലോ. നോക്കിക്കോ, ഇത് പഠിക്കാൻ സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ഡൊണാൾഡോ രചിച്ച 2 സ്കൾപ്ചറാണ്, ഉണ്ടാക്കിയ 2 സ്കൾപ്ചറാണ് ഡേവിഡും ഗട്ടാമേലാട്ട ശില്പങ്ങൾ അല്ലേ. പഠിക്കാൻ സുഖം. ഒരു നമ്മളെ ഡേവിഡിനെയും കൊണ്ട് കാട്ടിപ്പോയി. അങ്ങനെ ഡേവിഡിൻ്റെ മേലിൽ അട്ട കടിച്ചു. കിട്ടിയോ? അപ്പോൾ ഡോണിനോട് പറയാണ്, ഡേവിഡിനോട് പറയാണ്, അല്ലെ ഡോണാണല്ലോ കണ്ടത് ഡേവിഡിൻ്റെ മേലെ അട്ട കടിച്ചത്. അപ്പോൾ ഡോണ് പറയാണ്, ഡേവിഡെ എത്താൻ്റെ മേലട്ട. കണ്ടോ, ഡേവിഡെ എത്താൻ്റെ മേലട്ട, ഗത്ത മെലാട്ട. കിട്ടിയോ? ഡേവിഡ് കണ്ടോ? അപ്പോൾ ഡോൺ രചിച്ച് 2 ശില്പങ്ങൾ കിട്ടിയല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തിൻ്റെ മക്കൾ നോക്കിക്കോ. സിമ്പിളായിട്ട് സാറ് പറഞ്ഞുതരാം. എന്താ, മൈക്കലാഞ്ചലോ. അത് അയാൾ ഇവിടെ ഉണ്ടോ, നമ്മളിവിടെ പഠിച്ചല്ലോ. പിന്നെ ഇങ്ങനെ ഇപ്പോൾ അയാൾ ഇവിടെ എത്തിയത് അല്ലേ. ഞാൻ പറഞ്ഞുതരാം, മൈക്കലാഞ്ചലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നല്ല കഴിവുള്ള ആളാണ്, കുറച്ച് കൂടുതലാണ് കഴിവ് അല്ലേ. കഴിവ് ഏറിയ ആൾ നമുക്ക് പറയാമല്ലോ നമ്മൾ. അതിൽ പെട്ടതാ. ചിത്രം വരയ്ക്കാൻ വയ്ക്കും, ശില്പം ഉണ്ടാക്കാൻ വയ്ക്കും. മൈക്കലാഞ്ചലോ ഉണ്ടാക്കിയത് 2 ശില്പങ്ങളാണ്. ഒന്ന് പിയത്തെ, 2 ഡേവിഡ്. അപ്പോൾ ഡൊണാൾഡോ ഡേവിഡ് ഉണ്ടാക്കിയിട്ട് മൈക്കലാഞ്ചലോ ഡേവിഡ് ഉണ്ടായിട്ടുണ്ട്. ഇതെന്താ സാറേ ഇങ്ങനെ? ഞാൻ പറഞ്ഞുതരാം, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എടാ, ഡൊണാൾഡോൻ്റെ ഡേവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ വെയിറ്റ് മുഴുവൻ ഒരൊറ്റ കാലിൽ ഇങ്ങനെ താങ്ങി നിൽക്കുന്ന ഒരു ശില്പമാണ്. അതുണ്ടാക്കിയത് ബ്രോൺസ് കൊണ്ടാണ്, ഗോൾഡും സിൽവറും ഇരുമ്പൊന്നും അല്ല. എന്തുകൊണ്ടാണ്? ബ്രോൺസ്. വെങ്കല ശില്പമാണ് ഡൊണാൾഡോൻ്റെ ഡേവിഡ്. മൈക്കലാഞ്ചലോ ഡേവിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗോഡ് ഇൻ ഹ്യൂമൻ ഫോം, മനുഷ്യരൂപത്തിലുള്ള ഒരു ദൈവത്തെ വരച്ചിരിക്കണം. നിങ്ങൾ അതൊന്നും നോക്കണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ആ പേര് പഠിക്കുക, നമുക്ക് അതാണല്ലോ നിർബന്ധം. അതാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടഫ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയച്ചേ. സൊല്യൂഷൻ ഉണ്ട് MS സൊല്യൂഷനിൽ. നോക്കിക്കോ, മൈക്കലാഞ്ചലോ അല്ലേ. ഏതൊരു മൈക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും അല്ലേ? മൈക്കിൻ്റെ മുകളിൽ ഒരു അടപ്പുണ്ടാവും, ഒന്നുള്ളിലേക്ക് പോവാതെക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അടപ്പിന് നമുക്ക് വേണമെങ്കിൽ മൂടി എന്ന് പറയാം, അല്ലെങ്കിൽ ഡപ്പി എന്ന് പറയാം. ഞാനിവിടെ മൈക്കിൻ്റെ മുകളിലുള്ള അടപ്പിന് ഞാനിവിടെ ഡപ്പി നേരി. അപ്പോൾ മൈക്ക എന്ന് പറഞ്ഞാൽ കിട്ടും മൈക്കലാഞ്ചലോ. ഇനി ഡപ്പി എന്നല്ലേ, ഡാ എന്ന് പറഞ്ഞാൽ ഡേവിഡ്, പി എന്ന് പറഞ്ഞാൽ എന്തേക്കാരം പിയത്ത. കണ്ടോ, മൈക്കലാഞ്ചലോ ജയിച്ച 2 വർക്ക് ഡേവിഡ് പിയത്ത. കണ്ടോ, വർക്ക് ഉണ്ടാക്കിയത് കേട്ടോ ശില്പങ്ങൾ. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത് എന്താ, ആർക്കിടെക്ചർ. ഇനി ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് സാറ് വിട്ടുപോയതല്ല. സാറ് ഒരു കാര്യങ്ങളോട് പറയാണ്ട്, സാർ ഇത് ഇത്രയും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഡീറ്റെയിൽ ക്ലാസ്സിൻ്റെ കുട്ടികൾക്ക് വേണ്ടി വരും, ഉറപ്പല്ലേ. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്രാവശ്യം SSLC റിസൾട്ടിൽ 60,000 ഫുൾ A+ ആണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം 30,000. പല മക്കൾക്കും എകൾ കൊണ്ട് 6 A+ ആയിട്ടില്ല. പണ്ടൊക്കെ 34 കിട്ടിയ 35 ആക്കി കൊടുത്ത് A+ ആക്കിയിരുന്നു. ഇപ്പം 34 കിട്ടിയാൽ പോലും A+ അല്ല. എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, വെറുതെ അപ്പൂപ്പൻ താടിയെ പോലെ പാറി നടക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ പഠിച്ചോളി. നമ്മളെ കളിയാക്കാനും നമുക്ക് എതിരെ പാര വെക്കാനൊക്കെ കുറേ ആൾക്കാരുണ്ടാവും. അവരൊക്കെ മുന്നിൽ നമുക്കൊന്ന് നെഞ്ഞി വിരിച്ച് അല്ലേ, തല ഉയർത്തിയിട്ടുള്ള മുന്നിൽ നിന്നിട്ട് നമുക്ക് പറയണം, എടാ എനിക്ക് ഫുൾ A+ ആടാന്ന് നമുക്ക് പറയണം അല്ലേ. നമ്മളെ കളിയാക്കുന്ന നമുക്ക് വില തരാത്ത ആളുകളെക്ക് അവർക്ക് എണ്ണാക്കിലോട്ട് നമുക്ക് ലഡു ഫുൾ A+ൻ്റെ ലഡു എന്ത് ചെയ്യണം, കൊണ്ടു കൊടുക്കണം അല്ലേ. അതാണ് ഇവർക്ക് വായിലോട്ട് അതിന് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ വൈബാ. കിട്ടിയോ? ആ വൈബിൽ എത്തണം മക്കളെ. അതുങ്ങളോട് ആദ്യം സാറിന് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നമ്മളെ കളിയാക്കാൻ കുറേ ആൾക്കാരുണ്ടോ, പഠിക്കണം. ഇങ്ങനെ പഠിക്കാൻ മക്കൾക്ക് താല്പര്യമുണ്ടോ? സോഷ്യലും ഹിസ്റ്ററിയൊക്കെ SDK സാറിൻ്റെ കൂടെ പഠിക്കാൻ താല്പര്യമുണ്ടോ? MS സൊല്യൂഷനിൽ പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ പിടിച്ചോ, സാർ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കുട്ടിയൊക്കെയായിട്ടാണ് പറഞ്ഞു തരാം. നോക്കി, നമ്മൾ MS സൊല്യൂഷനിൽ 3 ബാച്ച് ഉണ്ട്. ഒന്ന് ഏതാ നോക്കിക്കോളി. ഒന്ന് സിമ്പിൾ ബാച്ചാണ്, അതായത് ബേസ് ബാച്ച്. അത് ബേസ് ബാച്ചിൻ്റെ പൈസ എത്ര? 3,540 റുപ്യ. എപ്പോട്ടോ കുറച്ച് കഴിഞ്ഞ് കൂടും. ഈ 3,540 റുപ്യ നിങ്ങൾ എന്ത് ചെയ്ത് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യുക, ബാച്ചിൽ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ കാണാൻ പറ്റും ആപ്പിൽ. അതേപോലെ നമ്മളൊരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ 1 ഷോട്ട് ക്ലാസ്സുകൾ കൊടുക്കും. അതേപോലെ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കും. അതായത് നിങ്ങളിപ്പോൾ ട്യൂഷനൊക്കെ പോകുന്നുണ്ട്, എന്നാലോ ട്യൂഷൻ എടുക്കണേ, ഇനിയിപ്പോൾ സ്കൂളിലുണ്ട് ട്യൂഷനിൽ എടുക്കണോ ഒക്കെ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതൊക്കെ ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് തരും, ക്ലിയർ ചെയ്ത് തരും. കിട്ടിയോ? അപ്പോൾ അതിനൊക്കെ നല്ലൊരു അവസരമാണ്. ഇനി പഠിച്ചത് നമ്മൾ അയച്ചു കൊടുത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ആപ്പിൽ ജസ്റ്റ് ആ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ അത്യാവശ്യം റേഞ്ചുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എടുക്കുക, ട്യൂഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ബേസ് ബാച്ച് എടുത്താൽ മതി. അല്ല സാറേ എനിക്ക് ഫുൾ A+ പോരാ, ഫുൾ മാർക്ക് വേണം, എന്നാലും എനിക്ക് ഫുൾ A+ കിട്ടുള്ളൂ. കാരണം നമ്മൾ 40-ൽ 35 കരുതി, ചിലപ്പോൾ 35 കരുതി കൊടുത്ത് 30 മാർക്കേ ഉണ്ടാവുള്ളൂ. 40-ൽ 40 കരുതി പഠിച്ചാലേ 40-ൽ 35 കിട്ടുള്ളൂ.
അപ്പോഴേ ഫുൾ A+ ഉണ്ടാവുള്ളൂ അല്ലേ. പിന്നെ മക്കൾക്ക് മെയിൻ ബാച്ചിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ റെക്കോർഡിംഗ് ക്ലാസ് തരും, ഒരു ചാപ്റ്റർ റെക്കോർഡാക്കിയിട്ട് തരും. എന്നിട്ട് ആ ചാപ്റ്ററിൻ്റെ ലൈവ് ക്ലാസ് തരും. എന്നിട്ട് ആ ചാപ്റ്റർ കഴിഞ്ഞാലോ അതിൻ്റെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തരും. അതായത് ആ ചാപ്റ്ററിൽ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, അതേപോലെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വിലയിരുത്താൻ പറ്റും. പിന്നെ റെലവൻറ്റ് ക്വസ്റ്റ്യൻസ്, എക്സാം ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു തരും. ഇത് മെയിൻ ബാച്ചാണ്. ഇത് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് A+ ഉറപ്പിക്കാൻ പറ്റും. ബട്ട് നിങ്ങൾക്ക് എന്നാലും കോൺഫിഡൻസിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാർ എനിക്ക് ഇപ്പോഴും മാത്സും ഇംഗ്ലീഷും ഹിന്ദി ഒന്നും വായിക്കാൻ കഴിയില്ല, ഞാൻ വെറുതെ പൈസ കൊടുത്താൽ അതൊക്കെ പോവും, അങ്ങനെ ചിന്താഗതി ഉണ്ടാവും. എന്തായാലും അത് ഞാൻ പറഞ്ഞത് ആ ചിന്താഗതി ഉള്ളവർക്കുള്ള പരിഹാരം പറഞ്ഞത്. അതിന് മുമ്പ് നമ്മുടെ മെയിൻ ബാച്ചിൻ്റെ പൈസ 4,999 റുപ്യാണ്. ഇനി ഈ മെയിൻ ബാച്ചിൻ്റെ ഒപ്പം നിങ്ങൾക്ക് മെറ്റീരിയലും കൂടി തരികയാണെങ്കിൽ ഒരു 1,500 റുപ്യ നിങ്ങൾ കൂട്ടിത്തരണം. 6,499 രൂപക്ക് എന്ത് ചെയ്തു തരും, നമ്മളൊരു അടിപൊളി സംഭവം എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ അടിപൊളി മെറ്റീരിയൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും. ആ പഠിച്ചാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തൊന്നും ഒരു ക്വസ്റ്റ്യൻ വരില്ല. അതങ്ങനെയുള്ളൊരു ബാച്ച് ഉണ്ട്. ഇനി ഇതിനൊക്കെ പുറമെ ഇതിൻ്റെ മക്കൾക്ക് കിട്ടും, നിങ്ങൾ കേൾക്കേണ്ടത് ഈ ബാച്ചാണ്, പ്രീമിയം ബാച്ച്. പ്രീമിയം ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ ആദ്യം നമ്മൾ ക്ലാസ് അല്ല തരിക, ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയോ, ഹിന്ദി അറിയോ, മാത്സ് അറിയോ, ബാക്കിയുള്ള സബ്ജക്റ്റിൽ എവിടെയെങ്കിലും വീക്ക് ഉണ്ടോ, അങ്ങനെ നിങ്ങൾ വീക്ക് പോയിന്റ് നമ്മൾ ചെറിയൊരു എക്സാം ഒക്കെ നടത്തിയിട്ട് അത് കണ്ടുപിടിക്കും. എന്നിട്ട് നിങ്ങൾ പാരൻസിനായിട്ട് നമ്മളൊരു ഇൻട്രാക്ഷൻ സെക്ഷൻ വെക്കും. അപ്പോൾ പാരൻസിൻ്റെ ഇടയിൽ നിങ്ങൾ മോശമാണ് നല്ല കാണിച്ചു കൊടുക്കുക, നിങ്ങളുടെ അവസ്ഥ കാണിച്ചു കൊടുക്കും. കാരണം നമ്മൾ ഈ ഒക്കെ അറിയുമെന്ന് പറഞ്ഞു പോയാൽ നമ്മൾ തന്നെ വിടുക അല്ലേ. പക്ഷെ നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ നമുക്ക് ഫുൾ A+ കിട്ടും. കഴിഞ്ഞ വർഷം MS സൊല്യൂഷനിലെ ബാച്ചിൽ ജോയിൻ ചെയ്തൊരു കുട്ടിക്ക് കണക്ക് കൂട്ടാനും കുറക്കാനും അറിയില്ല. ഇനി ആ കുട്ടിക്ക് മാത്സിൽ A+. എന്താ കാരണം അറിയോ, നമ്മളെ പ്രീമിയം ബാച്ചിൽ അഡ്മിഷൻ എടുത്തോണ്ടാ. പിന്നെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അഡ്മിഷൻ എടുക്കണം പ്രീമിയം ബാച്ചിൽ. എന്നിട്ട് ഇങ്ങോട്ട് നോക്കി, അപ്പോൾ നിങ്ങൾ എക്സാം നടത്തി നിങ്ങളെ അവസ്ഥ കാണിച്ചു തരും. എന്നിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ വിഷയമാണോ ബുദ്ധിമുട്ടുള്ള നമ്മൾ ഒന്നുകൂടി സെറ്റാക്കി തന്നിട്ട് നിങ്ങൾക്ക് ആപ്പിലെ ക്ലാസ് തരും. മാത്രമല്ല ഒരു 4 ആഴ്ച കൂടുമ്പോൾ എപ്പോഴും ഒന്നുണ്ടാവും, ഒരു മീറ്റിംഗ് ഉണ്ടാവും. കിട്ടിയോ, പാരൻസ് മീറ്റിംഗ് ഓൺലൈനായിട്ട് പാരൻസിന് ശ്രദ്ധിക്കാൻ പറ്റും. എക്സാമുകൾ ഉണ്ടാവും, യൂണിറ്റ് ടെസ്റ്റുകൾ എപ്പോഴും ഉണ്ടാവും, നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളെ പ്രോഗ്രസ് റിപ്പോർട്ടും, പ്രോഗ്രസ് എന്ന പുരോഗതി, അതാണ് പ്രോഗ്രസ്. കിട്ടിയോ, ആ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും. അത് കിട്ടാൻ എൻ്റെ മക്കൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഇതാ ഇവിടെ ഒരു നമ്പർ കണ്ടോ, ഒന്ന് ഈ നമ്പർക്ക് വിളിക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ പുറമെ ഇതിൻ്റെ മെൻറ്റർ ആരറിയോ, MS ആണ്. മാത്രമല്ല എങ്ങനെയൊക്കെ നമ്മൾ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സാർ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്തുതരാം, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയൊക്കെ ഇതിനെ കൂടുതൽ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിക്കുക. അല്ല എനിക്ക് ഞാൻ അഡ്മിഷൻ എടുക്കാൻ STK സാറിനെ മതി, STK സാർ പറഞ്ഞാൽ മതി, അങ്ങനെ ആഗ്രഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇത് STK സാർ വാട്സപ്പ് നമ്പറാണ് കേട്ടോ, 8606849306. സാറിന് മെസ്സേജ് അയച്ചോ. എല്ലാ കാര്യങ്ങളും വൃത്തിയിലും വെട്ടിപ്പിലും പറഞ്ഞുതരാം. നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണം. പിന്നെ ഭാവിയിൽ ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾ ഖേദിക്കരുത്. അപ്പോൾ ഒപ്പം തന്നെ അറിയണം വേണ്ടിയിട്ടാണ്. ഞാൻ സാറിന് വിളിക്കാൻ പോകുന്നില്ല മക്കളുണ്ട്, ഇത് സാറിൻ്റെ നമ്പറാണ് കേട്ടോ, വിളിക്കാനുള്ള നമ്പർ 9946902920. ഞാനല്ല സാറേ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചുകൊണ്ട് ഇതാ, ഇൻസ്റ്റാഗ്രാം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോണ്ട്. കാരണം ഒരുപാട് റീൽസും കോഡുകളും ട്രിക്കുകളൊക്കെ സാർ അതിൽ ചെയ്യും. ഇതാണ് സാർ ഇൻസ്റ്റ ID കേട്ടോ, SDK ഹിസ്റ്ററി. ഇത് ഇത്ര മാത്രമേ സാറ് പറയുന്നുള്ളൂ. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ല. അടിപൊളിയിട്ടുണ്ട്. എല്ലാവരും മക്കൾ എന്ത് ചെയ്യണം, അതിൽ ഫോക്കസ് ചെയ്യണം. ഇത്രയോട് കൂടിയിട്ട് എന്തെങ്കിലും സാറ് നിർത്താൻ പോവാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടണോ, കമൻറ്റ് ചെയ്തോ, സാർ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഒരിക്കൽ കൂടി ടാറ്റ, ബൈ ബൈ, സി യു.